ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിന് കുബൂസ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ കുബൂസ് എല്ലാം എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റിൽ എങ്ങനെ നമുക്കിത് ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് ടിപ്സ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ആദ്യം ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 സ്പൂൺ ഈസ്റ്റും 1 സ്പൂൺ പഞ്ചസാരയും 1.5 സ്പൂൺ ഓയിലും കൂടി ഒന്ന് ചേർക്കണം നമുക്ക്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. അതും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ചേർക്കുകയാണെങ്കിൽ 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും നമ്മുടെ ഡ്രൈ ഈസ്റ്റും ഒന്ന് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് നേരിട്ട് തന്നെ ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇളം ചൂടുള്ള വെള്ളം. ചൂടുവെള്ളത്തിന് അധികം ചൂടും ആകരുത്, നന്ന പച്ചവെള്ളത്തിലും ആകരുത്. ഇളം ലൈറ്റ് ചൂടുള്ള വെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. എങ്കിലേ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഈസ്റ്റൊക്കെ പൊങ്ങി വരാനാണ് ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നത്. അങ്ങനെ ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനു മുമ്പ് അതിൻ്റെ മുകളിലെല്ലാം ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. അപ്പോൾ എണ്ണ എടുക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒന്നെങ്കിൽ ഇതുപോലെ ക്ലിങ്കർ റാപ്പ് വെച്ചിട്ടൊന്ന് അടയ്ക്കുക, അല്ലെങ്കിൽ കുറച്ച് നനവുള്ള ഒരു കോട്ടൻ്റെ തുണിയായാലും മതി. ഇനി അതുമല്ലെങ്കിൽ നല്ല അടച്ചുറപ്പുള്ള ഒരു മൂടി വെച്ചിട്ടായാലും നമുക്ക് മൂടിയാൽ മതി. അങ്ങനെ ഒരു 2 മണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ ഈസ്റ്റ് വേഗം പൊങ്ങി മാവെല്ലാം നല്ല പൊങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ 2 മണിക്കൂർ ആയപ്പോഴത്തേക്ക് എൻ്റെ മാവ് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെടുക്കാം. എടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് നല്ലവണ്ണം ഇതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഉരുളകളാക്കി മാറ്റാം. അപ്പോൾ ഉരുള എടുക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ചെറിയ കുബൂസും വലിയ കുബൂസൊക്കെ ഉണ്ടാവും. അത് നമ്മുടെ ഇഷ്ടാനുസരം ഓരോ ഉരുളകളാക്കി ഒരു സെയിം വലുപ്പത്തിൽ എല്ലാ ഉരുളകളും പിടിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു സൈസിലാണ് ഉരുള പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് എനിക്ക് 8 ഉരുളകളാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം. നനഞ്ഞ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ അത് ഹാർഡായി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നനഞ്ഞ തുണി വെച്ച് മൂടുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ഉരുളകൾ എടുത്ത് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ കുറച്ച് പൊടിയിട്ടിട്ട് പരത്താൻ ശ്രദ്ധിക്കുക. കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഞാനിവിടെ പരത്തുന്നത്. പരത്തുമ്പോൾ ചപ്പാത്തി പോലെ നേരിയതായിട്ട് പരത്തരുത്, കുറച്ച് കനം വേണം ഇതിന്. പിന്നെ എല്ലാ സ്ഥലവും ഒരേ കനത്തിലാകാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഞാനിവിടെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് ഞാനിവിടെ പരത്തിയത്. ഈ ഒരു കട്ടി മതിയാവും. അങ്ങനെ ഇനി നമുക്ക് എല്ലാം ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ പരത്തിയത് നമുക്ക് കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് മാവ് നല്ല ഒന്നും കൂടി പൊന്തുകയും ചെയ്യും, ഹാർഡാകാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ്.
അങ്ങനെ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പം മുമ്പ് പറഞ്ഞ പോലെ കോട്ടൻ്റെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കാം. ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കൊണ്ടാണ് നമ്മുടെ കുബൂസെല്ലാം പെർഫെക്റ്റായി തീരുക കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതോറും കുബൂസിൻ്റെ ടേസ്റ്റും സോഫ്റ്റും വർദ്ധിക്കും. അപ്പം നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് മീഡിയം സൈസിലാക്കി കൊടുക്കാം. അപ്പം മുകളിൽ തരിതരായിട്ട് വരുന്ന ടൈമിൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞ് കുറച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് പൊന്തി വരുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചട്ടകം കൊണ്ട് അനക്കി കൊടുക്കുകയോ ഡിസ്റ്റർബ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് തനിയെ പൊന്തി വന്നോളൂ. അപ്പോൾ അങ്ങനെ നല്ലവണ്ണം പൊന്തി വരുന്ന ടൈമിൽ നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഇത് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊന്തി വരുന്ന ടൈമിലാണ് നമ്മൾ മറിച്ചിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അടിവശം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി മുകൾ വശവും ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒന്നിവിടെ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് മറ്റേതെല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാവുന്നുണ്ടാവും, നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ ടിപ്സ് എല്ലാം ഫോളോ ചെയ്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കുബൂസ് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. Thanks for watching.